നമ്മുടെ രാജുവേട്ടനെ പോലെ റേസിംഗിന്റെ പരമോന്നതമായ വേദിയായ ഫോർമുല 1 ഒരാളുണ്ട്, മാക്സ് വെർസ്റ്റാപ്പൻ. എന്താണെന്ന് ഞാൻ പറയാം. വെർസ്റ്റാപ്പൻ റെഡ് ബുൾ മെയിൻ ടീമിൽ വന്നത് 2016 അന്ന് തൊട്ട് പുള്ളിയുടെ സെക്കൻഡ് ഡ്രൈവർ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ടീമിൽ നിന്ന് പുറത്താവും. രാജുവേട്ടൻ എന്താ ചെയ്തേ? ബാരോസിന്റെ സ്ക്രിപ്റ്റ് പോലെ ഇതുവരെ വേറൊരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. ആ പടം മലയക്കോട്ടെ വാലിബൻ അടിപൊളി പടമായിരിക്കും എന്ന് പറഞ്ഞു. ആ പടവും. അത് കഴിഞ്ഞ് കൂലിയുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു. ആ പടവും. അത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ കുറേ പടങ്ങൾ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വെർസ്റ്റാപ്പൻ 2016 റെഡ് ബുള്ളിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ കോ ഡ്രൈവർ ആയിരുന്നത് ഡാനിയൽ റിക്കാർഡോ ആണ്. ഡാനിയൽ റിക്കാർഡോ അടിപൊളി ഡ്രൈവറാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്, വളരെ സ്കിൽഫുൾ ഡ്രൈവറാണ്. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡ്രൈവറാണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് ഡാനിയൽ 2018 റെഡ് ബുള്ളിൽ വിട്ടിട്ട് റെനോയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഡാനിയലിൻ്റെ പൊസിഷനിലേക്ക് പിന്നെ വന്നത് പിയർ ഗ്യാസ്ലിയാണ്. റെഡ് ബുള്ളിൻ്റെ ജൂനിയർ ടീമിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി റെഡ് ബുള്ളിൽ ജോയിൻ ചെയ്തതാണ്. പക്ഷേ സീസണിൻ്റെ പകുതി ആയപ്പോഴത്തേന് പിയർ ഗ്യാസ്ലിയെ പുറത്താക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിൻ്റെ ആ ഒരു ലെവലിലേക്ക് പിയർ വന്നില്ല. എന്നിട്ട് പിയർ ഗ്യാസ്ലിയെ പുറത്താക്കിയിട്ട് അലക്സ് ആൽബോൺ എന്ന് പറയുന്ന ഡ്രൈവറിനെ കൊണ്ടുവന്നു. ആ സീസൺ ഹാഫ് ആൽബോൺ നല്ലതായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ അടുത്ത സീസൺ 2020 സീസൺ തുടക്കത്തിൽ മാക്സും ആൽബോണും തമ്മിലുള്ള ആ പെർഫോമൻസ് ആ ഗ്യാപ്പ് ഒത്തിരി കൂടി വന്നു. അപ്പം ആൽബോണെയും പുറത്താക്കിയിട്ട് സെർജിയോ പേരസിനെ കൊണ്ടുവന്നു. സെർജിയോ പേരസ് നല്ല ഡ്രൈവറാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. സെർജിയോ പേരസ് ആദ്യത്തെ 2 വർഷം നല്ല പെർഫോമൻസ് ആയിരുന്നു, മാക്സ് വെർസ്റ്റാപ്പൻ്റെ ലെവലിനോട് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞാൽ 2024 ആയപ്പോഴത്തേന് വീണ്ടും ആ ഒരു ഗ്യാപ്പ് വീണ്ടും കൂടി വന്നു. സെർജിയോ പേരസിനെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് ഈ വർഷത്തെ സീസൺ 2025 സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലിയാൻ ലോസണെ പുതിയ കോ ഡ്രൈവറായിട്ട് കൊണ്ടുവന്നു. ഫസ്റ്റ് 2 റേസ് കഴിഞ്ഞപ്പം തന്നെ ലോസണെ പുറത്താക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് യുക്കി സുനോഡയാണ്. യുക്കി സുനോഡയും ഈ വർഷം അവസാനം വരെ റേസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സുനോഡയും സാക്ക് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ റൂമർ. അപ്പോൾ ഇതാണ് റെഡ് ബുള്ളിൻ്റെ സെക്കൻഡ് ഡ്രൈവർ കേസ്.